ആൻഡ്രോയിഡ് പ്രോഗ്രാമിലെ 4ാമത്തെ മൊഡ്യൂളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ മെനു ഒക്കെ ആഡ് ചെയ്യുക എന്ന കാര്യമാണ് പഠിക്കുന്നത്. സോ മെനുവായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് SDK നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെനു സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ മെനു ഉണ്ടെങ്കിൽ നമ്മുടെ യൂസർ ഇൻ്റർഫേസ് അത്രത്തോളം അട്രാക്റ്റീവ് ആവും, ഒരു കൺസിസ്റ്റൻ്റ് ആയുള്ളൊരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അല്ലേ. സോ മെനു എന്ന് പറയുന്ന ഫീച്ചർ ആൻഡ്രോയിഡിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് നമുക്ക് പറയാൻ പറ്റും. പലതരത്തിലുള്ള മെനു അവൈലബിൾ ആണ്. റെഗുലർ മെനു ഉണ്ട്, അതുപോലെ തന്നെ സബ് മെനു, കോണ്ടെക്സ്റ്റ് മെനു, ഐക്കൺ മെനു, സെക്കൻഡറി മെനു, ആൾട്ടർനേറ്റീവ് മെനു. അപ്പോൾ ഇത്തരത്തിലുള്ള പല ഓപ്ഷൻസും പലതരത്തിലുള്ള മെനു ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മുടെ ആൻഡ്രോയിഡ് SDK നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മെനു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഇൻ്റർഫേസ് കമ്പോണൻ്റാണ്. സോ മെനു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻ്റർഫേസ് കമ്പോണൻ്റാണ്. നമ്മുടെ ഇൻ്റർഫേസിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നൊരു കമ്പോണൻ്റാണ് മെനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. മെനു എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ തന്നെ വരുന്ന എന്താ, നമുക്ക് ക്ലിക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള കാര്യത്തിനെയാണ് മെനു എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് 4.0 വേർഷന് പോപ്പപ്പ് മെനു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താണ്, ഒരു ബട്ടൺ ക്ലിക്കിൻ്റെ, നമുക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പോപ്പപ്പ് ആയിട്ടൊരു വിൻഡോ പോലെ വരുന്ന രീതിയിലുള്ള മെനു ആണത്. അപ്പോൾ പോപ്പപ്പ് മെനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനൂസ് ദാറ്റ് ക്യാൻ ബി ഇൻവോക്ഡ് അറ്റ് എനി ടൈം ബേസ്ഡ് ഓൺ എ ബട്ടൺ ക്ലിക്ക്, ഒരു ബട്ടൺ ക്ലിക്കിൻ്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആൻഡ്രോയിഡ് മെനു മറ്റ് റിസോഴ്സസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജാവ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടും XML ഫയൽസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെനുവിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ്രോയിഡ് റിസോഴ്സ് IDs ഓരോ മെനു ഐറ്റത്തിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു മെനു ഐറ്റം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഓരോ റിസോഴ്സ് IDയും കൂടെ ആൻഡ്രോയിഡ് ജനറേറ്റ് ചെയ്യും. നമുക്ക് ആൻഡ്രോയിഡ് മെനു എന്താണെന്ന് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം നോക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കീ ക്ലാസ് ആണ്. അതായത് ആൻഡ്രോയിഡ് മെനുവിൻ്റെ കീ ക്ലാസ് സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്, android.view.menu. ഈ ഒരു കീ ക്ലാസ് പ്രൊവൈഡ് ചെയ്താലാണ് നമുക്ക് മെനു എന്ത് ചെയ്യുള്ളൂ, വിസിബിൾ ആവുള്ളൂ. ഈ മെനു ഒബ്ജക്റ്റിൽ ഒരുപാട് മെനു ഐറ്റംസും ഉണ്ടായിരിക്കും, അതുപോലെ സബ് മെനു ഒക്കെ അവൈലബിൾ ആയിരിക്കും. മെനു ഐറ്റംസ് ആണെങ്കിൽ അതിന് android.view.menu item എന്നാണ് കൊടുക്കുക. ഇനി സബ് മെനു ആണെങ്കിലോ android.view.submenu ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. സബ് മെനുവിൻ്റെ Sഉം Mഉം ക്യാപിറ്റലാണ്, മെനു ഐറ്റത്തിൻ്റെ Mഉം Iയും ക്യാപിറ്റലാണ്. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ മെനു മൊഡ്യൂൾ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് എന്തുണ്ട്, നമ്മുടെ മെനു ഇതായി കിടക്കുന്നു അല്ലേ. ഈ മെനുവിൽ എന്തൊക്കെയുണ്ട്, ഒരു മെനു ഐറ്റവും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, സബ് മെനുവും ഉണ്ട് അല്ലേ. സോ ഇതിനകത്ത് ഒന്നോ അതിലധികമോ എന്ത് കാണാം, മെനു ഐറ്റം കാണാം അല്ലേ. അതേപോലെ തന്നെ ഒന്നോ അതിലധികമോ സബ് മെനുവും കാണാം. സബ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് കിട്ടും, ചിലപ്പോൾ എന്തുണ്ടാവുന്നതിൽ കൂടുതൽ മെനു ആയിട്ടും സബ് മെനുവിലും ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ സബ് മെനുവിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മെനു ആയിട്ട് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. ഒരു സിംഗിൾ മെനുവിൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓൺ ക്രിയേറ്റ് ഓപ്ഷൻസ് മെനു എന്ന് പറഞ്ഞുള്ളതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കോൾ ബാക്കിന് വേണ്ടിയിട്ട് ഓൺ ഓപ്ഷൻ ഐറ്റം സെലക്റ്റഡ് ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനുമാണ് നമ്മൾ ഒരു റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് മെനു റിലേറ്റഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു മെനു ഐറ്റം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഈ പറയുന്നതാണ്. ഒന്ന് നെയിമാണ് ഒരു ആട്രിബ്യൂട്ട്, അതൊരു സ്ട്രിങ് ആയിരിക്കും. ദെൻ മെനു ഐറ്റം ID ഉണ്ട്, അതൊരു ഇൻറ്റിജർ ആയിട്ടാണ് നമ്മൾ മെനു ഐറ്റം ID കൊടുക്കുക. ദെൻ ഗ്രൂപ്പ് ID ഉണ്ട്, ഇതും ഒരു ഇൻറ്റിജർ തന്നെയാണ്. അതായത് ഏത് ഗ്രൂപ്പിലാണ് ആ ഒരു പർട്ടിക്കുലർ ഐറ്റം വന്നിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെനു ഐറ്റംസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രൂപ്പ് ID വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നുള്ളത് സോർട്ട് ഓർഡറാണ്. സോർട്ട് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റിജർ തന്നെയാണ്. അതായത് ആ മെനു ഐറ്റത്തിൻ്റെ ഓർഡർ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടി, ഒരുപാട് മെനു ഐറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മെനു ഐറ്റംസ് ഓർഡർ ചെയ്യുന്നത് സോർട്ട് ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും. ഇനി ചില മെനു ഐറ്റം എന്ന് പറയുന്നത് സോർട്ട് ഓർഡർ നമ്പർ റേഞ്ച് അനുസരിച്ചായിരിക്കും. ചിലത് ചില കാര്യങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അങ്ങനെ മെനു കാറ്റഗറീസ് നമുക്ക് അവൈലബിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ മെനു കാറ്റഗറീസ് സെക്കൻഡറി മെനു ഐറ്റംസ്, സിസ്റ്റംസ് മെനു ഐറ്റം, ആൾട്ടർനേറ്റീവ് മെനു ഐറ്റം, കണ്ടെയ്നർ മെനു ഐറ്റം, ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചതും അവൈലബിൾ ആണ്.
ഇനി നേരത്തെ പറഞ്ഞതനുസരിച്ച് 2 കോൾ ബാക്ക് മെത്തേഡ്സാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും ഉള്ളത്. ഒന്ന് ഓൺ ക്രിയേറ്റ് ഓപ്ഷൻസ് മെനു ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മെനു ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്രിയേറ്റ് ഓപ്ഷൻസ് മെനു അല്ലേ. ഇനി അതേപോലെ തന്നെ ആ ഒരു മെനു ഐറ്റത്തിന് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ് ഓഫ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. സോ ഇതിൻ്റെ ഈ ഒരു സ്പെല്ലിങ്ങും അതുപോലെ തന്നെ എവിടെയാണ് ക്യാപിറ്റൽ സ്മോൾ എന്നുള്ളതും ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഒരു മെനു ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു സിംഗിൾ മെനുവിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടായിരിക്കും? കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ്രോയിഡ് ഒരു സിംഗിൾ മെനു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ഓൺ ക്രിയേറ്റ് ഓപ്ഷൻസ് ഓഫ് മെനു കോൾ ബാക്ക് മെത്തേഡ് ഉണ്ടല്ലേ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. പബ്ലിക് ബൂളിയൻ ഇതാ ഓൺ ക്രിയേറ്റ് ഓപ്ഷൻസ് മെനു ദെൻ മെനു എന്ന് കൊടുത്ത് എന്ത് ചെയ്തു? ആ ഐറ്റംസ് ഒക്കെ കൊടുത്ത് റിട്ടേൺ ട്രൂ എന്ന് കൊടുത്തു. ഇതാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ് ആയിട്ട് വരുന്നത്. അങ്ങനെ മെനു ഐറ്റംസ് ഒക്കെ പോപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡ് എന്ത് ചെയ്യണം? ട്രൂ എന്ന് റിട്ടേൺ ചെയ്യണം. എന്നാലാണ് മെനു വിസിബിൾ ആവുള്ളൂ. റിട്ടേൺസ് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ വിസിബിൾ ആവില്ല. അപ്പോൾ ഈ ഒരു കോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ സൂപ്പർ ഡോട്ട് ഓൺ ക്രിയേറ്റ് ഓപ്ഷൻസ് മെനു ഓഫ് മെനു എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ മെനു ഡോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുത്തു? അപ്പൻഡ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓർഡറായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഐറ്റം 2 അല്ലേ. ദെൻ ക്ലിയർ. ഇങ്ങനെ നമ്മൾ 3 എണ്ണം കൊടുത്തു. അപ്പോൾ ഈ ഫസ്റ്റത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ID ആണ്. അതാണ് നമ്മൾ ഇൻറ്റിജറായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇത് ഗ്രൂപ്പ് ID ആണ്. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് മെനു ഐറ്റത്തിൻ്റെ ID ആണ്. മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡർ ID ആണ്. പിന്നെ കൊടുത്തുള്ള ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നെയിം അല്ലെങ്കിൽ ടൈറ്റിൽ ഓഫ് ദ മെനു ഐറ്റം ആണ്. സോ അത് പഠിച്ചു വയ്ക്കാം. ഇനി നമുക്ക് മെനു ഡോട്ട് XML ഫയൽ എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് XML ഫയൽ ഉപയോഗിച്ച് കൊണ്ടൊരു കൺവീനിയൻ്റ് ആയുള്ള മെത്തേഡിൻ്റെ മെനു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മൈ മെനു ഡോട്ട് XML ഫയൽ ഈ ഒരു ഫോൾഡറിൽ നിന്ന് നമ്മൾ എടുക്കണം. ദെൻ അതിൻ്റെ കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കണ്ടോ. സോ ഈ രീതിയിൽ, അതായത് ഇങ്ങനെ XML ഫയലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മെനുവിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.